ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കിയാൽ തനിക്ക് അനുകൂലമാകുമെന്ന് ഏറ്റുമാനൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി.എൻ. വാസവൻ. ഞാൻ വന്നതിന് ശേഷമാണ് കള്ളന്മാരെ പിടിച്ചകത്തിട്ടത്. അതിനുശേഷം പൊന്നയ്യപ്പന് തിരികെ നൽകി. 2 വർഷം ശബരിമല തീർത്ഥാടനം ഭംഗിയായി നടത്തിയതും തന്റെ നേട്ടമാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിന് ആദ്യം ആവശ്യപ്പെട്ടത് താനാണ്. പത്മകുമാർ ഉൾപ്പെടെ എല്ലാത്തിനെയും പിടിച്ചകത്തിടുകയാണ് സർക്കാർ ചെയ്തത്. പത്മകുമാറും വാസവും ഒഴികെയുള്ളവർ എല്ലാം കോൺഗ്രസ് നേതാക്കന്മാരാണെന്നും വാസവൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഏറ്റുമാനൂരിൽ 2ാം ഊഴത്തിന് മന്ത്രി കൂടിയായി വി.എൻ. വാസവൻ ഇറങ്ങുകയാണ്. ഇത്തവണത്തെ ഒരു കോൺഫിഡൻസ് എന്താണ് വാസവൻ? 100% ആത്മവിശ്വാസവും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യമാണ് ഈ പ്രാവശ്യം. ഒന്ന്, പൊതുവിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അന്ന് അനുകൂലമായ ഘടകം. 2, ഈ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെയാണോ ജനങ്ങളോട് പറഞ്ഞിരുന്നത്, ആ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവൻ അക്കമിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ അവസ്ഥയാണ് പൊതുവിൽ ഇതിനെ സംബന്ധിച്ചോളം ഉള്ളത്. അത് ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ നടക്കാത്ത രൂപത്തിലൊരു പ്രോഗ്രസ് റിപ്പോർട്ട് വരെ ഞാൻ അവതരിപ്പിച്ചു. അത് സാധാരണ ഇതിൽ ആരും തൻ്റെ ഇടം കാണിക്കാത്തതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. അത് വെറുതെ അവതരിപ്പിച്ചല്ല, ആദ്യം എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചു, അവരുടെ നിർദ്ദേശം സ്വീകരിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് പൊതുവിൽ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. 2 വർഷം കഴിയുമ്പോൾ റിവ്യൂ ചെയ്തു. അടുത്ത 2.5 വർഷം കഴിയുമ്പോൾ വീണ്ടും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒപ്പം റിവ്യൂ റിപ്പോർട്ട് അവതരിപ്പിച്ചും പിന്നീട് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 4200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കേരളമാകെ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്കുള്ള 2 സ്ഥാപനങ്ങൾ, ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജും 2 മഹാത്മാഗാന്ധി സർവകലാശാലയും. ഇത് രണ്ടിനും കേരളത്തിൽ വലിയ രൂപത്തിൽ മുൻപോട്ട് വരാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കിക്കൊടുക്കും. മെഡിക്കൽ കോളേജിൽ തന്നെ 1250 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇതുകൂടാതെ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കുറച്ചു മുമ്പ് സംസാരിച്ച നാട്ടം സുരേഷ് പറഞ്ഞ. അടിസ്ഥാന സൗകര്യം ഒന്നും ചെയ്തിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് അവർ പറയുമല്ലോ. ഞാൻ ഒരു കേരളത്തിൽ നുണപ്രചരണങ്ങൾ നടത്തുന്ന ഒരു കൂട്ടർ പ്രതിപക്ഷമല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് കേരള സംസ്ഥാനത്ത് 1,06,000 കോടി രൂപയുടെ കിഫ്ബി പ്രോജക്റ്റ് തന്നെ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേരളത്തിലൊന്നും നടപ്പാക്കിയിട്ടില്ലെന്ന്. ഞാൻ ഈ മണ്ഡലത്തിൽ വന്നാൽ ഈ അന്ധന്മാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. അന്ധന്മാർ പോലും പറയില്ല. കാരണം വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ അറിയാം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും അറിയും. അതുകൊണ്ട് രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് മാത്രമേ ഈ തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്താൻ കഴിയുള്ളൂ. ഡെവലപ്മെന്റ് ഒരു കോൺഫിഡൻസ് ആണ് അല്ലേ? അതല്ല ഏറ്റവും പ്രധാനം. ഒരു നിയമസഭാ സാമാജികനെ സംബന്ധിച്ചോളം ആ നിയോജക മണ്ഡലത്തിൽ തൻ്റെ വോട്ടർമാരെ അവർ നമ്മളിൽ അർപ്പിച്ച സ്നേഹവും വിശ്വാസവും എത്ര കണ്ട് കാത്തു സൂക്ഷിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ വോട്ടർമാരെ സമീപിച്ചിട്ട് ചോദിക്കുക, ഈ തരത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ഞാൻ ഈ പറയുന്നത് ശരിയാണോ, ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നോ, നിങ്ങൾ ഈ റോഡിൽ കൂടെ നടന്ന് ഈ മണ്ഡലം ഒട്ടാകെ നോക്കുക, PW റോഡ് BMBC അല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറ. വന്നപ്പോൾ നിങ്ങൾ ഗാന്ധി റോഡ് കണ്ടില്ലേ, മെഡിക്കൽ കോളേജിലേക്കുള്ള രാജപാത കിടക്കുന്നത്, അതുപോലെയാണ് എല്ലാ പാലങ്ങളും നമ്മുടെ കാരിത്താസ് മേൽപ്പാലം ഉൾപ്പെടെ നടക്കാതെ കിടന്ന കാര്യങ്ങളാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അതുകൂടാതെ നമുക്ക് വലിയ രൂപത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വികസനങ്ങൾ അന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്. അതിരമ്പുഴ ജംഗ്ഷനിൽ ഒന്ന് പോയാൽ മതി. അതിരമ്പുഴ ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ 6 മീറ്ററായിരുന്നു അവിടെ വീതി, ഇപ്പോൾ 18 മീറ്ററാണ്. 85 പേരുടെ ഭൂമി എടുത്ത് അത് കൃത്യമായി ഇവർ മുഴുവൻ പേരുടെയും പണം കൊടുത്ത് മനോഹരമാക്കി ആ ജംഗ്ഷൻ മാറ്റിയിരിക്കുന്നു. പണ്ടതിലെ സഞ്ചരിച്ചവരും ഇപ്പോഴും സഞ്ചരിച്ചവരും പഴയ അതിരമ്പുഴ എന്തിയെന്ന് ചോദിക്കും. ആ രൂപത്തിലാണ് അവിടെ മാറ്റമുണ്ട്. എല്ലാ റോഡുകളും ആ രൂപത്തിലാണ്, കാരിത്താസ് മേൽപ്പാലം ഉൾപ്പെടെ. ഈ കോൺഗ്രസ് ഏറ്റെടുത്തു, നാട്ടകം സുരേഷിനെ തന്നെ കളത്തിലിറങ്ങുന്നു, അതാണ് UDF ഒരു കോൺഫിഡൻസ് ആയി പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? എങ്ങനെയാണ് അതിനെ നാട്ടകം സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഏത് സുരേഷ് വന്നാലും ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരിക്കും വിജയിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് X or Y ആര് വന്നോട്ടെന്ന് ഞാൻ നേരത്തെ തന്നെ വന്നു. വാഴയ്ക്കിന് കുറേ സങ്കടമൊക്കെ ഉണ്ട്, അത് LDF ഗുണമുണ്ടോ? അത് ഞാൻ അത്തരത്തിലുള്ള നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒന്ന്, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നിടത്ത് എതിര് സ്ഥാനാർത്ഥിയെ കുറ്റം പറഞ്ഞോ അവരെ ഏതെങ്കിലും മോശക്കാരാണെന്ന് ചിത്രീകരിച്ചോ വോട്ട് പിടിക്കുന്ന ഒരാളല്ല.
അവരുടെ കുറ്റം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിനേക്കാൾ നല്ല സ്വന്തം മേന്മ പറഞ്ഞ് വോട്ട് പിടിക്കും. ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അതാണ് മേന്മ. നാട്ടുകാരോടൊപ്പം നിന്ന് നന്മ ചെയ്തിട്ടുണ്ട്, ആ നന്മ പറഞ്ഞ് വോട്ട് പിടിക്കാൻ കഴിയുന്ന സാഹചര്യം എൻ്റെ മുമ്പിലുള്ളവർ മറ്റുള്ളവരെ കുറ്റം പറയാനും അവരുടെ പല രൂപത്തിലുള്ള ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യാനും നമ്മൾ പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ എനിക്ക് ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്ന രൂപത്തിലേക്കാണ് ജനങ്ങൾ വരുന്നത്. ജനങ്ങളിൽ നിന്ന് പഠിച്ചും ജനങ്ങളെ പഠിപ്പിച്ചുമാണ് ഒരു ജനപ്രതിനിധി മുന്നോട്ട് പോകേണ്ടത്. ആ പ്രിൻസിപ്പൽ ഇവിടെ നടപ്പായിട്ടുണ്ട്. ഈ നാട്ടകം സംസാരിക്കുമ്പോൾ പറയുന്നത് അവർ പ്രചരണത്തിൽ ഉപയോഗിക്കുന്നതും ശബരിമല വിഷയങ്ങൾ, അത് ഈ തെരഞ്ഞെടുപ്പിലും വരും. ഒരു ശബരിമല വിഷയത്തിൽ എപ്പോഴും എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ ഞാൻ വന്നതിന് ശേഷമാണുള്ള ഈ കള്ളന്മാരെ പിടിച്ചകത്തിട്ടത്, ഇത് തെളിയിക്കാൻ കഴിഞ്ഞതും. ഇതിനു മുമ്പ് ജനങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു റിയാക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. അവർ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. കാരണം നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, നമ്മൾ നല്ല അന്വേഷണം നടത്തി, കള്ളന്മാരെല്ലാം പിടിച്ച് ജയിലിട്ടു, പൊന്ന് അയ്യപ്പന് കൊടുത്തു. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ മാത്രമാണ് അത് പിടിക്കാൻ കഴിഞ്ഞത്. പിന്നെ 2 വർഷത്തെ ശബരിമല തീർത്ഥാടനം ഏറ്റവും ഭംഗിയായി തീർത്ഥാടന ദർശനം നടന്ന ഈ കാലഘട്ടത്താണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.